ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി പുറത്ത് പോകാനുള്ള പ്ലാൻ കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും സമയവും സാഹചര്യവും കാലാവസ്ഥയൊക്കെ ഒന്ന് ഒത്തു കിട്ടിയത് ഇപ്പോഴാണ്. അങ്ങനെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ 2 ചേച്ചിമാരും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയും ആ വീഡിയോയുടെ ലിപ്പും ഈ കേട്ടോണ്ടിരിക്കുന്ന ഓഡിയോയും തമ്മിൽ സിങ്ക് ആവുന്നുണ്ടായിരിക്കില്ല. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, വളരെ ആഗ്രഹത്തോടെ എടുത്ത വീഡിയോയുടെ ഓഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് കട്ടായി പോയതാണ് കേട്ടോ. വീഡിയോ അപ്ലോഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോപ്പി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധം കൊണ്ടാണ് ഈ വീഡിയോയുടെ ഓഡിയോയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയും തമ്മിൽ സിങ്ക് ആയി പോകാത്തത്. അത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേരെ കേട്ടോ. അപ്പോൾ നല്ല കാലാവസ്ഥയാണ്, വെയിലൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു പുറത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയും ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് ഒത്തു കിട്ടിയത് ഇപ്പോഴാണ്. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ എല്ലാ കടകളിലും കയറി കുറേ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ നോക്കിയിട്ട് പലപ്പോഴും സാധനമൊക്കെ മേടിക്കാണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് ഈ സാധനം അങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ടോ ഇല്ലേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോടോ ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് പോരുന്നൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഒരു സൈക്കോത്തരമാണെങ്കിലും അത് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഇവിടെ വന്നിട്ട് നടക്കാറില്ല. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു സമയം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കടയിലും ഒക്കെ ഒന്ന് കയറി ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള സാധനം മാത്രം മേടിച്ചാൽ മതി, അല്ലെങ്കിൽ മേടിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ ഞാൻ നടന്നു പോയ വഴിയിൽ മഴ പെയ്തു കേട്ടോ. അപ്പോൾ മുന്നോട്ട് പോയാലും പുറകോട്ട് തിരിച്ചു പോന്നാലും എനിക്ക് ഒരേ ദൂരം തന്നെയായിരുന്നു കവർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ മഴ നനഞ്ഞ് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു ഷോപ്പിംഗ് ഒക്കെ ഒന്ന് സക്സസ് ആക്കി ആ ഒരു മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കി സന്തോഷത്തോടെ തിരിച്ചു വരാം. ഓന്ത് നിറം മാറുന്നതിനേക്കാളും സ്പീഡിൽ മാറുന്നൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടുത്തെ. നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞും മഴയും വെയിലും ഒക്കെ മാറി മാറി വരും. കണ്ടോ, ഇപ്പം മഴ അങ്ങ് മാറി വെയിൽ വന്നു കേട്ടോ. പെട്ടെന്നായിരിക്കും ഇവിടുത്തെ ഒരു വെതർ മാറുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ഇവിടുത്തെ വെതർ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് അത് നോക്കിയിട്ട് നമുക്ക് പുറത്ത് പോകണമെങ്കിൽ പോകാം. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം മഴ മാറുമെന്ന് കണ്ടതുകൊണ്ടാണ് കേട്ടോ പോകാമെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ജാക്കറ്റ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ജാക്കറ്റ് ഊരണ്ടാന്ന് വിചാരിച്ചു. കണ്ടോ, വെയിൽ വന്നു. അപ്പോൾ ആ വെയിലത്ത് അതങ്ങോട്ട് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത് ഊരി കൈ പിടിക്കുന്നത് നനഞ്ഞ ആ ഒരു ജാക്കറ്റ് പിടിക്കാനും മെനക്കേടായതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ച് പോരുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി വന്നു. അപ്പം ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്കായിരുന്നു വന്നത്. ചേച്ചിയും വന്നു. ഇനി നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി വന്ന പാടെ ചേച്ചിയുടെ മാലയും കമ്മലും ഒക്കെ നോക്കിയിട്ട് ചേച്ചി ഇതൊക്കെ ഇട്ടിട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും അങ്ങനെ വന്നേനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബസ് വരുന്നുണ്ട്, ബസ്സിൽ കയറി പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് പോകുന്നൊരു ട്രിപ്പാണ് കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പോക്ക് ഞങ്ങൾ പോകുന്നത്. നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ എന്നും എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ചുമ്മാതെങ്കിലും ഒന്ന് പാലായ്ക്കൊക്കെ പോയി കറങ്ങിയിട്ട് വരാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടമോ ടെൻഷനോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലാ വരെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മാറാത്ത ഒരു ടെൻഷനും എനിക്കുണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഇവിടെ വന്നു കഴിഞ്ഞ് മൊത്തത്തിലൊരു മാറ്റം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തന്നെ ഇറങ്ങി പോകാനുള്ള മടി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറാൻ എന്തോ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഞാനല്ലാതായി പോകുന്നൊരു ഫീൽ എനിക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയൊക്കെ വന്നതിൽ നിന്നാണ് ഇങ്ങനെ നമുക്കെന്നാൽ ഒന്ന് പുറത്ത് പോയേക്കാം എന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി ഡബിൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടും അതാണ് കേട്ടോ പറയാനുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കണം. അതൊരു ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ഒക്കെ ആയിക്കോട്ടെ. നമ്മൾ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ എത്ര അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇത് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാനിതൊന്നും ചെയ്യാറില്ല ഇപ്പോൾ കുറച്ചായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനല്ലാതായി ഇപ്പോൾ ഒരു ഫീലിലാണ് കേട്ടോ നിൽക്കുന്നത്. തിരിച്ചു വരണം ആ ഒരു പഴയ രീതിയിലേക്ക് എന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആഗ്രഹമുണ്ട്. പക്ഷേ അറിയത്തില്ല അതിലേക്ക് എത്താൻ എന്താണ് ഇത്ര താമസമെന്നോ അല്ലെ എന്നെ ഇത്ര മടിയെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലിമത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നോക്കി ഇവിടെ ഒരാളും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ ഇങ്ങനെ ഫോൺ ഒരു കയ്യിൽ പിടിച്ചിട്ട് വീഡിയോയും എടുത്തെടുത്ത് പോകുമ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ഇതാ അങ്ങനെ നടന്ന് വരുമ്പോഴേ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവളെ സൂക്ഷിക്കണം, ഇവളുടെ കയ്യിൽ ക്യാമറ ഓൺ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്യാമറ കാണുമ്പോൾ ഇത് ഞാൻ ഫോട്ടോയാണോ വീഡിയോ ആണോ എടുക്കുന്നതെന്ന് എല്ലാവർക്കും സംശയം വരാറുണ്ട് കേട്ടോ.
കാരണം ചിലപ്പം ഞാൻ ആ നിൽക്കുന്ന നിപ്പിൽ തന്നെ സെൽഫിയൊക്കെ എടുത്തുന്നിരിക്കും. അങ്ങനെ അത് എല്ലാവർക്കും ഒരു ഡൗട്ട് അടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ പോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട കടയിലേക്ക് തന്നെ കയറി കേട്ടോ. നമ്മളൊരു ചെരുപ്പ് കടയാണ് കണ്ടത്, അവിടേക്ക് കയറി. അപ്പോൾ കുറേ നല്ല ചെരുപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെരുപ്പൊന്നും വാങ്ങിച്ചില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഷൂസാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെരുപ്പിടണം എന്ന് തോന്നാറുണ്ടെങ്കിലും പിന്നെ അങ്ങ് വേണ്ടാന്ന് വെക്കും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ആദ്യം വിശപ്പിൻ്റെ വിളിയെ അങ്ങ് ഒതുക്കി കളയാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും ദൂരം തിരിച്ചു വരണ്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കലാപരിപാടികൾ തുടരാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ചായയിൽ കയറിയിട്ട് ഒരു ചാറ്റ്, അതുപോലെ തന്നെ ബർഗർ, പിന്നെ ഒരു മോമോസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോമോസ് കുക്ക് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം കിട്ടിയ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ചായയിലൊരു പരീക്ഷണമാവാമെന്ന് വിചാരിച്ചിട്ട് ഇത്തവണ ഞാൻ കാശ്മീരി ചായയാണ് കേട്ടോ വാങ്ങിച്ചത്. ചായയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, ചായ കാണിച്ചു തരാം. ഒരാൾ മസാല ചായയും മേടിച്ചു, ഞങ്ങൾ രണ്ടുപേര് കാശ്മീരി ചായയും വാങ്ങിച്ചു. അപ്പോൾ ചാറ്റൊക്കെ നമ്മൾ നേരത്തെ ഇവിടുത്തെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് നല്ലതാണെന്ന് നമുക്കറിയാം. പിന്നെ ചേച്ചി പിന്നെ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എക്സ്പ്രഷൻ ഇട്ട് കാണിക്കും കേട്ടോ. ചേച്ചി ആൾ വേറൊരു വൈബാണ്. 2 ചേച്ചിമാരും അത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ട്രിപ്പ് മൊത്തത്തിൽ അടിപൊളിയായതിൻ്റെ കാരണം അങ്ങനെയാണ്. ഞങ്ങളിങ്ങനെ ജിൽ നിൽക്കുമായിരുന്നു കേട്ടോ. റബ്ബർ പന്ത് പോലെ നിൽക്കുകയായിരുന്നു. ഒരാൾ അങ്ങോട്ടൊരു കൗണ്ടർ പറഞ്ഞാൽ അടുത്തയാൾ തിരിച്ച് ഇങ്ങോട്ടൊരു കൗണ്ടർ പറഞ്ഞിരിക്കുക, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതാണ് കാശ്മീരി ചായ. ആ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് അതിന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏലക്ക ചായയാണ് നല്ലത് എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് റോസ് കളറിലുള്ള പാലും വെള്ളം, കുറച്ച് ചൂടുണ്ടെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതിനൊരു ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മോമോസ് വന്നു. അപ്പോൾ ഞങ്ങൾ മോമോസും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കേട്ടോ. ഇത് വർത്തമാനമായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൗണ്ടർ അടിച്ചടിച്ച് എനിക്ക് പലതും മിസ്സായി എന്ന് പറയുന്നതാണ് ശരിക്കുള്ള കാര്യം കേട്ടോ. കാരണം ഞാനിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പോകുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ആ ഒരു വീഡിയോയിലേക്ക് പോവുകയും അവരിങ്ങനെ കൗണ്ടർ അടിച്ച് നടക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് B&Mൽ വന്നു കേട്ടോ. B&Mലോട്ട് വന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കങ്ങനെ അധികം പർച്ചേസ് എന്ന് പറയുന്നൊരു ഉദ്ദേശമില്ല. എല്ലാ സാധനങ്ങളും ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ ചുമ്മാ ഇങ്ങനെ ഓളം വെച്ച് നടക്കുന്ന ഒരു യാത്ര, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ആ ഒരു ബോട്ടിലെടുക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ചേച്ചിയെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഒന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ സാധനം വാങ്ങിച്ചു തുടങ്ങി കേട്ടോ. നമ്മൾ ഒന്നും മേടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ ഈ ഒരു ശ്രീബുദ്ധൻ എൻ്റെ മനസ്സ് കീഴടക്കിയ ഒരാളാണ് കേട്ടോ. വെയിറ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിക്കാതെ പോകുന്നത്. പോന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തു. കാരണം 30 പൗണ്ടിൻ്റെ സാധനമായിരുന്നു, 15 പൗണ്ടിന് റിഡക്ഷനിൽ വെച്ചിരുന്നായിരുന്നു. ഞാനത് മേടിച്ചില്ല. അവിടെ നിന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല അതിൻ്റെ റേറ്റ്. പക്ഷേ എന്നായാലും ഞാൻ ആ ശ്രീബുദ്ധനെ സ്വന്തമാക്കും എന്ന് മനസ്സിൽ തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്ക് ഉണ്ണിക്കുട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. കാരണം അവനുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ കൊണ്ട് അതൊക്കെ മേടിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. അത് കാണുമ്പോൾ മാത്രമല്ല എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് മിസ് ചെയ്യും. പിന്നെ ഇതേപോണൊക്കെ എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കി, വേണ്ട നമ്മൾ സാധനം മേടിക്കാനല്ല വന്നത് എന്ന് വീണ്ടും പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വെക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. ഇവിടെ വന്നിട്ടാണ് ഈ കപ്പുകളോട് ഇത്രയും ഒരു ക്രേസ് എനിക്ക് തുടങ്ങിയത് കേട്ടോ. ഈ കോഫി മഗ്ഗിനോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഇത് സാലഡൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റിയ ബൗളാണ്. അതൊക്കെ ഞാൻ തിരിച്ചു വെച്ചു. കാരണം ഒരുപാട് സാധനങ്ങൾ മേടിച്ചാൽ ബസ്സിൽ കയറി വേണം വീട്ടിൽ പോകാൻ എന്നുള്ള ഒരു ബോധം മനസ്സിൽ ആ തുടക്ക സമയത്തൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി, അത് വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് ശരിക്കും ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കിയിട്ട്, പാത്രങ്ങളൊക്കെ ആണെങ്കിലും എടുത്ത് നോക്കിയിട്ട്, ഇത് നമുക്ക് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാം, ഇത് നമുക്ക് ഇന്ന സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അത് ചെയ്യുക, ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു പരിപാടി അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഞങ്ങൾ 3 പേരും സ്റ്റക്കായത് പാത്രത്തിൻ്റെ സെക്ഷനിലും പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിലുമായിരുന്നു കേട്ടോ. ഞങ്ങളിതെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് നമുക്കിതിങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും, അത് നല്ലതായിരിക്കും, ഇത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വെച്ചു. ലാസ്റ്റ് ഞങ്ങൾ ഈ ഒരു റോസ് ഫ്ലവർ മേടിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചതാണ് കേട്ടോ. നമുക്കിത് മേടിക്കാം അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് കുറേ നേരം എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫൈനലി വേണ്ട, അതവിടെ ഇരിക്കട്ടെ, പിന്നെ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വെച്ചു. അപ്പം നമ്മുടെ ഒരു മിഷൻ സക്സസ് ആയ ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഒത്തിരി ഞങ്ങൾ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇത്രയും സന്തോഷിച്ച ഒരു ദിവസം, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പുറത്ത് പോയൊരു ദിവസം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് തിരിച്ച് പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഡ്യൂട്ടിക്ക് പോകാനുണ്ട്, അങ്ങനെയുള്ള ഒരു ടെൻഷൻസും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്
എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ ഒരു ഡിഫ്യൂസറിൻ്റെ സെക്ഷൻ. കാരണം എനിക്ക് സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് റൂമിലൊക്കെ കയറുമ്പോൾ നല്ല സ്മെല്ല് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ക്യാൻഡിലായിരുന്നു ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ ക്യാൻഡിൽ കത്തിക്കരുതെന്നുള്ളതാണ് ഞാനും അതിൻ്റെ ഓണറും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ്. അതുകൊണ്ട് ക്യാൻഡിൽസ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡിഫ്യൂസർ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ദാ ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബോട്ടിൽസ് മേടിച്ചു. അതും കുറേ കാലമായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ മാത്രം മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. ഇത്രയും ചേച്ചിമാരും മേടിച്ച സാധനങ്ങൾ വേറെ ബില്ല് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്ന ഞങ്ങളാണ് ഇത്രയും സാധനങ്ങൾ മേടിച്ച് കൂട്ടിയത്. അത് കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ മേടിക്കാതിരിക്കുന്നത്? അത് മേടിച്ച് പോകും ഓട്ടോമാറ്റിക്കലി. അതായിപ്പോയി നമ്മുടെ ഒരു സ്വഭാവം. അപ്പോൾ ഞങ്ങൾ സാധനമൊന്നും മേടിക്കാൻ പ്ലാൻ ഇല്ലാഞ്ഞുകൊണ്ട് കവറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടുന്ന് കാശ് കൊടുത്ത് കവറും കൂടെ മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിവിടുത്തെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളൊരു തുണിക്കട കയറിയാലും ഏത് കടയിൽ കയറിയാലും നമുക്ക് അത് കവറിനകത്തിട്ട് കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടാറില്ല. അതൊരു വലിയ സങ്കടമായിട്ട് തോന്നി. അതുപോലെ തന്നെ എന്നാ പറയുന്നത്, നമുക്ക് നാട്ടിലാണെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും സാധനം മേടിച്ച് കഴിച്ച് നമ്മുടെ പെട്ടെന്ന് ആ ഒരു വിശപ്പൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ ഒക്കെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ പെട്ടിക്കട മുതൽ വലിയ വലിയ ഹോട്ടലുകൾ വരെ ഉണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു പരിപാടിയൊന്നും നടക്കത്തില്ല. എവിടെയെങ്കിലും ഒരു വെള്ളം കുടിക്കാൻ കയറിയാലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് അത്യാവശ്യം കാശ് പോയി കിട്ടും കേട്ടോ. ഈ രണ്ട് കാര്യത്തിലാണ് എനിക്ക് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടേ, ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നിന്നാണ് കേട്ടോ. മുടിയൊക്കെ അഴിച്ചങ്ങിട്ട് നമുക്ക് ഫോട്ടോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആ ഫോട്ടോ എടുത്തതിൻ്റെ കാരണത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു മരമാണ് കേട്ടോ. ആ മരത്തിൽ ഇലയുടെ കളർ കണ്ടപ്പോഴത്തേക്കിന് ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു ത്വര ഞങ്ങൾക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് ചന്നം പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അത് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ കുറേ ദിവസം മുന്നേ പോയതാണ്, എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അങ്ങനെ ദേ പോയ വഴിക്ക് വീണ്ടും പൂക്കളും ഇതൊക്കെ കണ്ടു. അപ്പോൾ ഈ പൂക്കൾ എവിടെ കണ്ടാലും ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തൊപ്പി വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് തൊപ്പി മേടിക്കാൻ കയറിയതാണേ. അപ്പോൾ അവിടെ ഇരുന്ന എല്ലാ തൊപ്പികളും ഞാൻ വെച്ച് നോക്കി. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഞാൻ ആദ്യം വെച്ച തൊപ്പി ഞാൻ എൻ്റെ കയ്യിൽ മാറ്റി പിടിച്ചിട്ടുണ്ട്. അതായിരുന്നു എനിക്കിഷ്ടപ്പെട്ട തൊപ്പി. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് അത്രയും തൊപ്പിയും ഞാൻ വെച്ച് നോക്കി. ഞാൻ എടുത്ത് പിടിച്ച ആ തൊപ്പിയേക്കാളും നല്ല തൊപ്പികൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പണ്ട് പോലെയുള്ളൊരു സ്വഭാവമാണ്. ഞാനൊരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലും എനിക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട സാധനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകും. ഈ സാധനം മേടിക്കാനാണ് എന്ന് മനസ്സിൽ തീരുമാനിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് കണ്ടാലും അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു മനസ്സ് വരത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന എല്ലാ തൊപ്പികളും വെച്ച് നോക്കി. എല്ലാ തൊപ്പിയും വെച്ച് നോക്കിയപ്പോഴും ഞാൻ ആദ്യം വെച്ച തൊപ്പി എൻ്റെ കയ്യിൽ മാറ്റി പിടിച്ചിട്ടുണ്ട്. ആ തൊപ്പി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്. അതൊരു നല്ല സ്വഭാവമാണോ മോശം സ്വഭാവമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ആദ്യം തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അങ്ങ് ഫീഡായി പോകും. പിന്നെ എനിക്ക് വേറെ മാറ്റി ചിന്തിക്കാനൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ആ തൊപ്പി തന്നെ വാങ്ങിച്ചു. അങ്ങനെ അതെ, ആ ഒരു തൊപ്പി ഫൈനലൈസ് ചെയ്തു. അതൊരു റീൽ എടുക്കാനായിരുന്നു. പക്ഷേ ഇതുവരെ ആ ഒരു റീൽസ് എടുക്കൽ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി കേട്ടോ. ഒരു 10-20 കടയിലെങ്കിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് മൊമെൻറ്റ്സ് മിസ് ചെയ്യുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ക്യാമറയൊക്കെ പതുക്കെ ഓഫ് ചെയ്ത് ഞാൻ ആ മൊമെൻറ്റിൽ കുറച്ച് നേരം ജീവിച്ചു. ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കൗണ്ടറായിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ച് പൊളിച്ചു. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഏഷ്യൻ സ്റ്റോറിലെത്തി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അത് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കയറി ചെന്നപ്പോഴേ പാർലേജിയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ കണ്ടത്. അത് കണ്ടതേ എനിക്കങ്ങനെ നൊസ്റ്റാൾജി അടിച്ചു. കാരണം എൻ്റെ നഴ്സിംഗ് പഠനകാലവും അവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ തന്നെ ആ ഒരു പാർലേജിയുടെ ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് വിശപ്പടക്കിയതും എല്ലാം ഇങ്ങനെ ഓർത്ത് ഒരുപാട് പഴയ കാര്യങ്ങളിലേക്ക് ഞാൻ പോയി കേട്ടോ. എൻ്റെ ഹോസ്റ്റൽ ലൈഫിലേക്ക് ഞാൻ ഒന്ന് തിരിച്ചു പോയി. പിന്നെ ഞാൻ അവിടെ കയറിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പാസ്ലി ലീവ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കിന് വേണ്ടിയിരിക്കുന്ന നമ്മുടെ നാട്ടിലെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നു. മാങ്ങയും കപ്പളങ്ങയും ഉണ്ടമുളകും എന്ന് വേണ്ട നമ്മുടെ നാട്ടിലെ എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു സങ്കടമൊക്കെ വന്നു കേട്ടോ. കാര്യം ഇതിൽ പല പച്ചക്കറികളും ഞാൻ കഴിക്കുന്നതല്ല. എന്നാൽ പോലും കണ്ടപ്പം പെട്ടെന്ന് എൻ്റെ നാട് അല്ലെങ്കിൽ വീട്ടിലെ ഫുഡ് എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു കേട്ടോ. ഭയങ്കരമായിട്ടും വിഷമം വന്നു. പിന്നെ ഞാൻ ഓർത്തു, നമ്മൾ വിഷമിക്കാനല്ലല്ലോ പോയത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കിന് വേണ്ട ഒറ്റക്കൊമ്പനെ പോലെ ഇരിക്കുന്നൊരു ചക്ക, അതും കൂടെ കണ്ടപ്പോഴത്തേക്കിന് പൂർത്തിയായി കേട്ടോ. കാരണം നാട്ടിലിപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, അതെല്ലാം മിസ് ചെയ്യുന്നല്ലോ എന്നൊക്കെ ഓർത്തപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടൊരു വിഷമം വന്നു. മഞ്ഞളും ഏത്തപ്പഴവും മുരിങ്ങക്കോലും ഒക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ വില നല്ല വ്യത്യാസമുണ്ട്.
ഈ ഒരു സീതാപ്പഴം കണ്ടപ്പോഴത്തേക്കിന് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഹൈദരാബാദ് ലൈഫ് ഓർത്തു കേട്ടോ. കാരണം അവിടെ അണ്ണന്മാർ എപ്പോഴും ഇങ്ങനെ സീതാഫലം എന്നും പറഞ്ഞിട്ട് സ്കൂട്ടറിലും സൈക്കിളിലും ഒക്കെ കൊണ്ടുവന്ന് ഈ സാധനം ഇങ്ങനെ വിൽക്കാൻ വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരുപാട് നേരം ഈ ബെഞ്ചിലിരുന്ന് കേട്ടോ. ബെഞ്ചിലിരുന്ന് ഞങ്ങൾ ആ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ചേച്ചി ഫോൺ വിളിക്കുന്നതിന് ചേച്ചീനെ ട്രോളി ഞങ്ങളിങ്ങനെ ഒരുപാട് നേരം അവിടെ ഇരുന്ന് ഒത്തിരി കഥകൾ പറഞ്ഞു കേട്ടോ. എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു കൂട്ടിയതെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഓർമ്മയുണ്ടാവില്ല. കാരണം അതുപോലെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറയാത്ത കാര്യങ്ങളില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ ഞങ്ങൾ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് മാതൃകയായി മക്കളെ. നാട്ടിലെ പോലെ വഴിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പുറകെ വരുമെന്നറിയാവുന്നത് കൊണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് ഇടേണ്ട സ്ഥാനത്തിട്ടിട്ട് തിരിച്ചു പോകുന്നപ്പോൾ വീണ്ടും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളും ഇലകളും ഒക്കെ നിൽക്കുന്നു. അതൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ പോന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് വീണ്ടും ഇന്ത്യൻ സ്റ്റോറിലാണ് കേട്ടോ. ഏഷ്യൻ സ്റ്റോർ കയറിയത് പോരാഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റോറിലും കൂടെ കയറിയേക്കാമെന്ന് വിചാരിച്ചു. അവിടെ കയറിയപ്പം അപ്പുറത്തതിൻ്റെ ബാക്കിയായിട്ട് വേണ്ടിയിരിക്കുന്നു ബാക്കി സാധനങ്ങളല്ല. ഇതെല്ലാം കാണുമ്പോഴത്തേക്കിന് പിന്നെ അങ്ങോട്ട് മനസ്സിലൊരു വിഷമം വരും കേട്ടോ. കാരണം അങ്ങനെ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളൊന്നുമല്ല ഞാൻ. എനിക്ക് നാട്ടിൽ ജീവിക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് സമ്മർദ്ദങ്ങൾ മൂലം ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പം എനിക്ക് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ അവിടെ നോക്കിയൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പം പോയി ഏത്തപ്പഴം മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ മേടിച്ചു. അപ്പോൾ വേണ്ട നമ്മുടെ ഈ നീളം പയറും അതുപോലെ മാങ്ങായും ഒക്കെ അരിഞ്ഞ് പെറുക്കിയതൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്കിനി ഇതൊന്നും അരിഞ്ഞ് കറി വെക്കാൻ നേരമില്ലെങ്കിൽ പാക്കറ്റ് പൊട്ടിച്ചങ്ങ് ഇട്ടാൽ മതി. ഇതുകൊണ്ട് ചക്കയൊക്കെ അരിഞ്ഞതൊക്കെ ഇരിക്കുകയാണ്. പാവയ്ക്ക തോരനും അതുപോലെ കോവയ്ക്ക തോരനും കറി വെച്ച സാധനങ്ങളും ഫ്രോസണാണ്. അതൊക്കെ ഒന്ന് എടുത്ത് ചട്ടിയിലിട്ട് ചൂടാക്കിയാൽ മതി. അല്ലാതെ നമ്മൾ അരിയാനോ കറി വെക്കാനോ ഒന്നും മെനക്കെടണ്ട. അതങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ ലൈഫിനെ ഈസി ആക്കാനുള്ള എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഉമിക്കരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കിങ്ങനെ സങ്കടമാണോ ഒരു മരവിപ്പായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഒന്നും മേടിക്കാനില്ല എന്ന് പറഞ്ഞു പോയി ഞങ്ങളുടെ ബാഗുകളാണ് ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും കറക്റ്റായാൽ തന്നെ വന്നു കേട്ടോ. ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. ആർക്കും വിശപ്പൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ആ ഒരു എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ തുള്ളി നടക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ വീണ്ടും ചേച്ചിമാർ ഇത് ഫോട്ടോയാണോ വീഡിയോ ആണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കൈ കൊണ്ട് ഫോട്ടോയും ഒരു കൈ കൊണ്ട് വീഡിയോയും എടുത്ത് ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് ഇത്. ഐസ്ക്രീം ഒന്നും എടുത്ത് കഴിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. വൈകിട്ടത്തേക്കുള്ള ഫുഡ് പാഴ്സൽ മേടിച്ചു. ഞാൻ പാഴ്സൽ മേടിച്ചു, ചേച്ചിമാരും മേടിച്ചായിരുന്നു. കാരണം എനിക്ക് പിന്നെ വന്നിട്ട് ഫുഡൊന്നും വെക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുള്ളൊരു ഇതില്ല. കാരണം വെയിലത്ത് പോയിട്ട് വന്നതല്ലേ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് എന്തായാലും വാങ്ങിച്ചുകൊണ്ട് പോന്നു. പാഴ്സലൊക്കെ മേടിച്ചു. അപ്പോൾ മേടിച്ച് കൂട്ടിയ സാധനങ്ങളെല്ലാം ആ ഒരു ബാഗിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഒരു കടയിലും കയറണ്ട എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഞങ്ങൾ പൗണ്ട്ലാൻഡ് കണ്ടപ്പം വീണ്ടും അവിടെ കയറി കേട്ടോ. അവിടുന്ന് എന്തോ 1-2 സാധനങ്ങളൊക്കെ ആയിരുന്നു മേടിക്കാനുണ്ടായിരുന്നത്. ചെറിയ സാധനങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു സാധനങ്ങളും വിടുന്നില്ല. എല്ലാം എടുത്ത് അഭിപ്രായം എന്ന് പറഞ്ഞ് ഇത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുക, ഇത് ഇങ്ങനെ ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ വെക്കുന്നത്. ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ചൊരു ദിവസം എന്നേ എനിക്കിതിനെ പറയാനുള്ള. അത്രയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ കൗണ്ടറിൽ വന്നപ്പോഴാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ്സ് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഭംഗി തോന്നി കേട്ടോ. എനിക്ക് പറഞ്ഞാൽ മേടിക്കണം എന്നൊക്കെ തോന്നിയെങ്കിലും ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അവിടെയും ബില്ല് ചെയ്ത് പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇത്രയും ആയില്ലേ, എന്നാൽ പിന്നെ ടെസ്കോയിലും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേച്ചീനെയും വാങ്ങിച്ച സാധനങ്ങളും അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ടെസ്കോയിലേക്ക് പോയി കേട്ടോ. അവിടെ പോയിട്ട് എനിക്ക് 2 മാങ്ങയൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ കുറച്ച് മാതള നാരങ്ങ മേടിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ബസ് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ബസ് വരാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100 ഓടുമായിരുന്നു ഇതിനകത്തൂടെ കേട്ടോ. ഞങ്ങൾ ഓടി നടന്ന് വേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെറുക്കിയെടുത്തിട്ട് ഓടിപ്പോന്നു. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഫ്രോസൺ ഐറ്റംസൊക്കെ അപ്പോൾ 1-2 സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചേച്ചി എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചേച്ച് ഓടിപ്പാഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ. കാരണം ബസ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു മാങ്ങ മേടിക്കാനാണ് ഞാൻ മെയിനായിട്ട് അങ്ങോട്ട് ഓടിപ്പോയതെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെയും ബില്ലൊക്കെ അടച്ചിട്ട് ഒരു കവർ മേടിക്കാനുള്ള മടി കൊണ്ട് ഞങ്ങൾ ആ സാധനങ്ങൾ മൊത്തം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. കാരണം അപ്പുറത്ത് കവർ ഇരിപ്പുണ്ടല്ലോ, വെറുതെ ഇവിടുന്നും കൂടെ കവർ മേടിക്കേണ്ടി. ഈ പോകുന്ന ഓരോ പ്രാവശ്യവും പോകുമ്പോഴും നമ്മളിങ്ങനെ പൈസ കൊടുത്ത് കവർ മേടിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് വെറുതെ പൈസ പോകത്തില്ലേ ഉള്ളൂ. ആ കവറൊന്നും പിന്നെ നമ്മൾ റീയൂസ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു അപ്പുറത്ത് ഇവിടെ നമ്മൾ ഓൾറെഡി മേടിച്ച സാധനങ്ങൾ ഇരിക്കുന്ന കവറിലേക്ക് തന്നെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് തിരിച്ചു വന്നു.
അപ്പോൾ യാത്ര പറയാൻ സമയമായി എന്ന് ചുരുക്കം. കാരണം ഞങ്ങളുടെ ബസ് ഓൾറെഡി അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞു, ടാറ്റ ബൈ ബൈ പറഞ്ഞു. വീണ്ടും കാണാം, നമുക്കിനി ഇതുപോലെ നമുക്ക് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് അവിടുന്ന് ബൈ പറഞ്ഞു ബസ്സേ കയറി കേട്ടോ. അപ്പോൾ ബസ്സേ കയറിയപ്പോഴത്തേക്കിന് ഞാനും ചേച്ചിയും കൂടെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്ക് എന്തിൻ്റെ ഭ്രാന്തായിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് കൂട്ടിയതെന്നാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സേ വന്ന് ഇറങ്ങിയിട്ട് ആ ഒരു ദിവസം, അന്നത്തെ ദിവസം കിട്ടിയ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം, ആ സന്തോഷത്തിൻ്റെ ബലത്തിൽ ആ ഒരു എനർജിയിൽ ഞങ്ങൾ ആ ലോഡെല്ലാം വലിച്ച് വീട്ടിൽ പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ലേഡീസ് ഡേ ഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.